ഹരേ കൃഷ്ണ. ഹരേ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഗർഗഭാഗവതത്തിലെ അതിമനോഹരമായ വൃന്ദാവന ഗമനമാണ് പറയാൻ പോകുന്നത്. ഒപ്പം തന്നെ ഗോവർദ്ധനരാജൻ്റെ വൃന്ദാവനത്തിലേക്കുള്ള ആ ഒരു വരവിൻ്റെ അതിമനോഹരമായ കഥയും. അമ്പാടിയിൽ അടിക്കടി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അത്യാഹിതങ്ങൾ കണ്ട് നന്ദഗോപർ, ഉപനന്ദനന്മാർ, നവനന്ദനന്മാർ, അതേപോലെ വൃഷഭാനുക്കൾ, മറ്റ് വൃദ്ധഗോപന്മാർ മുതലായവർ ഒരിക്കൽ ഒരു സമ്മേളനം ഉണ്ടായ സമയത്ത് ഒരു വൃദ്ധനായ ഗോപൻ രാമകൃഷ്ണന്മാരെ എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് നന്ദരാജനോട് പറയുകയുണ്ടായി, നാം ഈ സ്ഥലം വിട്ട് മറ്റൊരിടത്തേക്ക് പോയാലോ? അങ്ങയുടെ പുത്രനായ കൃഷ്ണന് ഇതിനിടെ എത്രയെത്ര ആപത്തുകളാണ് നേരിട്ടത്. ആദ്യം ഒരു രാക്ഷസി, പിന്നീട് വണ്ടി മറിഞ്ഞ് മേലെ വീണതും ചുഴലിക്കാറ്റെടുത്ത് കൊണ്ടുപോയതും 2 വൻ വൃക്ഷങ്ങൾ കടപുഴകി അവൻ്റെ സമീപം വീണതുമെല്ലാം നാം കണ്ടതാണല്ലോ. ഇവിടം വിട്ടുപോയാൽ ഇനിയും ആപത്തുകൾ വരില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് ആ വൃദ്ധനായ ഗോപൻ പറഞ്ഞു. അതുകൊണ്ട് നമുക്കിനി ഇവിടെ അടുത്തുള്ള വൃന്ദാവനത്തിലേക്ക് മാറി പാർത്താലോ എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. ബാർഹിഷ്മതിപുരിക്ക് കിഴക്കു വടക്കും യദുപുരിയുടെ തെക്കും ശോണപുരത്തിന് പടിഞ്ഞാറുമായി കിടക്കുന്ന സ്ഥലത്തെ മധുരാ മണ്ഡലമെന്ന് പറയുന്നു. 20 യോജന വിസ്തീർണമുള്ള ഈ സ്ഥലത്തിന് വ്രജം എന്നും പേരുണ്ട്. അവിടെയുള്ള വൃന്ദാവനം ദിവ്യമായൊരു തീർത്ഥസ്ഥലമാണ്. യദുകുല പുരോഹിതനായ ഗർഗാചാര്യൻ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുമുണ്ടല്ലോ. പർവ്വതരാജനായ ഗോവർദ്ധനവും യമുനയുടെ ആ മനോഹരമായ ആ പ്രദേശങ്ങളും അവിടെയുണ്ട്. മാത്രമല്ല നമ്മുടെ ഗോധനത്തിന് വേണ്ടത്ര പച്ചപ്പുല്ല് എന്നും അവിടെ സുലഭവുമാണ്. ബൃഹൽസാനുഗിരിയുടെയും നന്ദീശ്വര പർവ്വതത്തിൻ്റെയും ബഹിർഭാഗത്തായി 24 ക്രോശം വിസ്തൃതമുള്ള വനങ്ങളുമുണ്ട്. ഇതു കേട്ട നന്ദരാജൻ സനന്ദൻ എന്ന ഗോപനോട് ചോദിച്ചു, ഈ സ്ഥലം ഒരു തീർത്ഥ പദം ആകുവാനുള്ള കാരണം എന്താണ്? അപ്പോൾ സനന്ദൻ പറഞ്ഞു, പണ്ട് ശങ്കൻ എന്ന അസുരൻ നൈമിത്തിക പ്രളയകാലത്ത് ബ്രഹ്മദേവൻ്റെ കയ്യിൽ നിന്നും വേദങ്ങൾ കവർന്നെടുത്ത് സമുദ്രത്തിൽ ഒളിച്ചു. അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു മത്സ്യരൂപമെടുത്ത് അവനുമായി യുദ്ധം ചെയ്യുകയുണ്ടായി. അങ്ങനെ ഈ ശങ്കൻ ശൂലം പ്രയോഗിച്ചപ്പോൾ ഭഗവാൻ തൻ്റെ ചക്രം കൊണ്ട് ശൂലം ഖണ്ഡിച്ചു. ആ ചക്രം ശങ്കൻ്റെ ശിരസ് ഛേദം ചെയ്തു. അങ്ങനെ വേദങ്ങളെ തിരികെ ബ്രഹ്മദേവനെ ഏൽപ്പിക്കുകയും ചെയ്തു ഭഗവാൻ. ദേവഗണങ്ങളോടു കൂടി യാഗം അനുഷ്ഠിച്ച് പ്രയാഗയെ തീർത്ഥരാജനായി അഭിഷേകം ചെയ്തു. പിന്നീട് തീർത്ഥരാജന് ജംബൂദ്വീപത്തിലുള്ള എല്ലാ തീർത്ഥങ്ങളും കപ്പം കൊടുക്കുവാൻ തുടങ്ങി. കലഹപ്രിയനായ നാരദമുനി അപ്പോഴേക്കും അവിടെ എത്തുകയും എല്ലാ തീർത്ഥങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു തീർത്ഥരാജനായി അഭിഷേകം ചെയ്തിട്ടും വ്രജവൃന്ദാവന തീർത്ഥങ്ങൾ ഇവിടെ വന്നു കാണുന്നില്ലല്ലോ എന്ന് മുനി തീർത്ഥരാജനോടായി പറഞ്ഞു. അങ്ങനെ തീർത്ഥരാജൻ അപ്പോൾ താൻ അവഗണിക്കപ്പെട്ടതായി അറിഞ്ഞ് കോപം പൂണ്ടു. അങ്ങനെ ഭഗവാനെ പ്രാപിച്ച് പരാതി പറഞ്ഞു തീർത്ഥരാജൻ. മധുരാമണ്ഡലത്തിലെ തീർത്ഥങ്ങൾ തന്നെ മാനിക്കാത്തതിന് പരിഹാരം ചെയ്യണമെന്ന് ഒരു അപേക്ഷ വെച്ചു തീർത്ഥരാജൻ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഭൂമിയിലെ തീർത്ഥങ്ങളുടെ രാജാവായിട്ടാണ് ഞാൻ നിന്നെ അഭിഷേചിച്ചത്. മധുരാമണ്ഡലം എൻ്റെ വാസസ്ഥാനവും ഗോകുലത്തിൽ നിന്നും വന്നവയുമാണ്. അവയ്ക്ക് നിന്നോട് വിധേയത്വം ഉണ്ടാവുന്നതല്ല. തീർത്ഥരാജൻ ലജ്ജിച്ച് തല താഴ്ത്തി മടങ്ങിപ്പോയി. മധുരാമണ്ഡലത്തിലെ തീർത്ഥങ്ങളെ സമീപിച്ച് തീർത്ഥരാജൻ എന്തു ചെയ്തുവെന്നോ ക്ഷമാപണം ചെയ്തു. ഭൂമിദേവിയുടെ ദുരഭിമാനം തീർത്തതും ഇപ്രകാരമായിരുന്നു. വാരാഹകൽപ്പത്തിൽ വരാഹമായി അവതരിച്ച ശ്രീഹരി രസാതലത്തിൽ നിന്നും ഭൂമിയെ തൻ്റെ തേറ്റമേൽ പൊക്കിയെടുത്ത് സമുദ്ധരിച്ചു. അങ്ങനെ ദംഷ്ട്രാഗ്രത്തിൽ തന്നെയും വഹിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ശ്രീഹരിയോട് ഭൂമിദേവി ചോദിച്ചു, അങ്ങ് എന്നെ എവിടെയാണ് സ്ഥാപിക്കുവാൻ പോകുന്നത്? ഇതു കേട്ട ഭഗവാൻ പറഞ്ഞത്, വൃക്ഷങ്ങൾ കാണുന്നിടത്ത് ഭൂമിദേവിയെ സ്ഥാപിക്കുമെന്നാണ്. സ്ഥാവരങ്ങളുടെ ഉൽപ്പത്തി മുഴുവൻ തന്നിൽ നിന്നായതുകൊണ്ട് താനില്ലാതെ വൃക്ഷങ്ങൾ എവിടെ കാണുമെന്ന് ഭൂമിദേവി ആശ്ചര്യപ്പെട്ട് ചിന്തിക്കുന്നതിനിടയിൽ ധാരാളം വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞൊരു സ്ഥലം വെള്ളത്തിന് മുകളിലായി കണ്ട് ദേവി ചോദിച്ചു, യജ്ഞപതിയായ ഭഗവാനെ, തളിർത്തു നിൽക്കുന്ന ഈ വൃക്ഷങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്?
അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഗോകുലത്തിൻ്റെ ഭാഗമായ മധുരാ മണ്ഡലത്തിലാണ് ഈ വൃക്ഷങ്ങൾ നീ കാണുന്നത്. പ്രളയത്തിലും ഇതിന് ഒരിക്കലും നാശമില്ല. ഇത് കേട്ടപ്പോൾ ഭൂമിദേവിയുടെ ആ ഗർവ് നശിച്ചു എന്നാണ് പറയുന്നത്. വ്രജമണ്ഡലം ഗോലോകത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇത് അങ്ങ് മനസ്സിലാക്കുക എന്ന് നന്ദൻ പറഞ്ഞപ്പോൾ, ആ വ്രജമാഹാത്മ്യം അങ്ങ് പറഞ്ഞു തന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. ഇനി ഗോവർദ്ധനഗിരിയുടെ ചരിത്രവും കൂടി അങ്ങ് പറഞ്ഞു കേൾപ്പിക്കുക. ഇത് പറഞ്ഞപ്പോൾ സനന്ദൻ വീണ്ടും ഗോവർദ്ധനഗിരിയുടെ ചരിത്രം പറയുവാൻ തുടങ്ങി. ഗോവർദ്ധന ശൈലത്തിൻ്റെയും യമുനയുടെയും മഹാത്മ്യം കൂടി ഞാൻ പറയാം. പണ്ട് ഹസ്തിനപുരിയിലെ കൗരവ സദസ്സിൽ വെച്ച് ഭീഷ്മ പിതാമഹൻ പാണ്ഡു മഹാരാജാവിനോട് പറഞ്ഞത് ഇത് ഇപ്പോഴെൻ്റെ ഓർമ്മയിലെത്തുന്നു. ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുവാൻ ആ തീരുമാനിച്ച സമയത്ത് വിരഹദുഃഖിതയായ രാധയോടും ഭൂമിയിലേക്ക് പോന്നുകൊള്ളുവാൻ കൽപ്പിക്കുകയുണ്ടായി. പക്ഷെ ഗോവർദ്ധനവും യമുനയും വൃന്ദാവനവും ഇല്ലാത്തിടത്ത് തനിക്ക് മനസ്സുഖം ഉണ്ടാവില്ല എന്ന് രാധ ഭഗവാനോടായി പറഞ്ഞു. അങ്ങനെ ശ്രീഹരിയുടെ ഇച്ഛയാൽ ഇവയെല്ലാം ഭൂമണ്ഡലത്തിലേക്ക് വന്ന് അതിനാവശ്യമായ വേദനാഗഭൂഖണ്ഡവും 24 വനങ്ങളും അവിടെയുണ്ടായി. ഭാരതത്തിൻ്റെ പടിഞ്ഞാറു വശത്ത് ഷാൽമലി ദ്വീപിൻ്റെ മധ്യത്തിൽ ദ്രോണാചല പത്നിയിലാണ് ഗോവർദ്ധനം ജന്മമെടുക്കുന്നത്. ഒരിക്കൽ തീർത്ഥാടന യാത്ര ചെയ്തിരുന്ന പുലസ്ത്യ മുനി ആ യാത്ര കഴിഞ്ഞ് തിരികെ വരുന്ന സമയം വൃക്ഷലതാദികളാൽ നിബിഡമായതും കാട്ടരുവികൾ കുതിച്ചൊഴുകുന്നതും ഈ ദ്വിജവൃന്ദങ്ങളുടെ ശബ്ദത്താൽ മുഖരിതമായതും നാനാവന്യമൃഗങ്ങളാൽ സങ്കീർണതുമായ നീലാചലത്തെ, അതായത് ദ്രോണാചലപുത്രനായ ഗോവർദ്ധനത്തെ കാണാനിടയായി. ആ പർവ്വതത്തെ കണ്ട് സന്തുഷ്ടനായ പുലസ്ത്യമുനി ദ്രോണാചലത്തെ സമീപിക്കുകയുണ്ടായി. എന്നിട്ട് കുശല പ്രശ്നങ്ങൾക്കും സൽക്കാരങ്ങൾക്കും ശേഷം ദ്രോണാചലം മുനിയുടെ വരവിൻ്റെ ആഗമനോദ്ദേശം ചോദിച്ചറിഞ്ഞു. അപ്പോഴാണ് പുലസ്ത്യമുനി പറഞ്ഞത്, ദ്രോണ, ഞാൻ സ്ഥിരമായി കാശിയിലാണ് വസിക്കുന്നത്. പുണ്യഭൂമിയായ കാശിയിൽ പർവ്വതങ്ങളൊന്നുമില്ല. ഭക്തജനങ്ങൾക്ക് സ്വസ്ഥമായിരുന്ന് തപസ് ചെയ്യുവാൻ വേണ്ടി കാശിയിലേക്ക് കൊണ്ടുപോകുവാൻ അങ്ങയുടെ പുത്രനെ എനിക്ക് തരിക. ഗംഗയും വിശ്വനാഥനും വസിക്കുന്ന കാശി വലിയ പുണ്യതീർത്ഥമാണ്. അങ്ങെൻ്റെ ഈ അഭ്യർത്ഥന സ്വീകരിച്ച് ശ്രേയസ് നേടുക. സ്വപുത്രനിൽ സ്നേഹപരവശനായ ദ്രോണാചലം പുലസ്ത്യമുനിയുടെ ഈ വാക്കുകൾ കേട്ട് ദുഃഖത്തോടുകൂടി പറഞ്ഞു, മഹർഷി, എൻ്റെ പുത്രൻ്റെ വേർപാടിൽ എനിക്ക് വലുതായ സങ്കടമുണ്ട്. പക്ഷെ അങ്ങയുടെ ശാപം ഭയന്ന് ഞാൻ അവനെ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കാം. അങ്ങ് യഥേഷ്ടം പോലെ കൊണ്ടുപോയിക്കൊള്ളുക. അങ്ങനെ ദ്രോണാചലം തൻ്റെ മകന് യാത്രാനുമതി നൽകി. കർമ്മഭൂമിയായ ഭാരതത്തിൽ പോയി പുണ്യം നേടുവാൻ തൻ്റെ മകനെ പ്രോത്സാഹിപ്പിച്ചു ദ്രോണാചല പർവ്വതം. അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ഗോവർദ്ധന പർവ്വതം പുലസ്ത്യമുനിയോടായി പറഞ്ഞു, ഭഗവൻ, 8 യോജന നീളവും 5 യോജന വീതിയും 2 യോജന ഉയരവുമുള്ള എന്നെ ഭഗവാൻ എങ്ങനെ കൊണ്ടുപോവും? പക്ഷേ മഹർഷിക്ക് കുലുക്കമൊന്നും ഉണ്ടായില്ല. തൻ്റെ ഉള്ളം കൈയിൽ കയറിയിരിക്കുവാൻ ഗോവർദ്ധനത്തിനോട് മഹർഷി കൽപ്പിച്ചു. പുലസ്ത്യൻ്റെ ആ തപപ്രഭാവത്തിൽ ആശ്ചര്യം പൂണ്ട ഗോവർദ്ധനം അദ്ദേഹത്തോടൊരു നിബന്ധന കൂടി പറഞ്ഞു. വഴിയിലെങ്ങാനും തന്നെ അങ്ങ് ഇറക്കി വയ്ക്കുകയാണെങ്കിൽ താൻ അവിടെ തന്നെ ഉറച്ചു പോകും എന്നതായിരുന്നു ഗോവർദ്ധനത്തിൻ്റെ ആ ഒരു ശപഥം. അങ്ങനെയാവട്ടെ എന്ന് സമ്മതിച്ചുകൊണ്ട് മഹർഷി പർവ്വതത്തെ തൻ്റെ കയ്യിൽ എടുത്ത് നടന്നു തുടങ്ങി. അങ്ങനെ അവർ വ്രജമണ്ഡലത്തിൽ എത്താറായി. അങ്ങനെ വ്രജമണ്ഡലത്തിൽ എത്തി. ആ സ്ഥലത്തെത്തിയപ്പോൾ ഗോവർദ്ധനത്തിന് പൂർവ്വസ്മരണയുദിച്ചു. താൻ എവിടെ നിന്നാണ് വന്നത്, തൻ്റെ ആ ഒരു നിയോഗം എന്താണ്? ആ ഒരു സ്മരണയുണ്ടായപ്പോൾ, കാളിന്തി തീരത്തുള്ള ഈ വൃന്ദാവന പരിസരത്താണ് ഭഗവാൻ എൻ്റെ സ്ഥാനം നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ വെച്ചാണ് രാധയോടുകൂടി ഭഗവാൻ ലീലകളാടാൻ പോകുന്നത്. ഇപ്രകാരം ചിന്തിച്ച ഗോവർദ്ധനം തൻ്റെ ആ ഒരു ഘനം വർദ്ധിപ്പിച്ചു തുടങ്ങി. ഈ ഘനം സഹിക്കാൻ വയ്യാതായപ്പോൾ മഹർഷി ക്ഷീണിതനാവുകയും വിശ്രമാർത്ഥം അറിയാതെ, ഓർമ്മയില്ലാതെ പർവ്വതത്തെ താഴെ വയ്ക്കുകയും ചെയ്തു മുനി. അങ്ങനെ ശൗച ആചമനാദികൾ എല്ലാം കഴിഞ്ഞ ശേഷം അദ്ദേഹം പർവ്വതത്തോട് തൻ്റെ കയ്യിൽ കയറിയിരിക്കുവാൻ നിർദ്ദേശിക്കുകയുണ്ടായി. തൻ്റെ പഴയ നിബന്ധന
മുനിയെ ഓർമ്മിപ്പിച്ചു ഗോവർദ്ധനം. മാത്രമല്ല ഗോവർദ്ധനം മഹർഷിയെ അനുസരിക്കാതെ അവിടെ തന്നെ ഉറച്ചു നിൽപ്പായി. അപ്പോൾ ക്രോധാവിഷ്ടനായിക്കൊണ്ട് മുനി പറഞ്ഞു, നിൻ്റെ ഈ ഒരു ധാർഷ്ട്യം കൊണ്ട് എനിക്കെൻ്റെ മോഹമാണ് സാധിക്കാതെ വന്നത്. അതുകൊണ്ട് ഇനി മുതൽ നീ ഒട്ടും തന്നെ വളരുകയില്ല. മാത്രമല്ല ദിവസം തോറും ഒരു എള്ളിൻമണിയോളം നീ ക്ഷയിച്ചു കൊണ്ടിരിക്കട്ടെ എന്നൊരു ശാപം കൂടി ഗോവർദ്ധന പർവ്വതത്തിന് കൊടുത്തു മുനി. ഭാഗീരഥിയായ ഗംഗയും ഗോലോകത്തിൽ നിന്നും വന്ന യമുനയും ഗോവർദ്ധനവും എവിടെയുണ്ടോ അവിടെ കലികൽമലങ്ങൾ ബാധിക്കുന്നതല്ല. അതേപോലെ ബ്രഹ്മദ്രവത്തിൽ നിന്നും ഉത്ഭവിച്ച വിരജയും ഗോലോകത്തിൽ നിന്നും പുറപ്പെട്ട കാളിന്തിയും പിന്നീട് ഒന്നായി ചേരുകയും പരിപൂർണതമനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ പട്ടരാജ്ഞിമാരിൽ ഒരാളായ കൃഷ്ണാനദിയും കൂടി ഇതോട് ചേർന്നു. അങ്ങനെ ബ്രഹ്മദ്രവത്തോടൊപ്പം വാമന വിവരത്തിൽ എത്തിയ ഈ നദികൾ ഗംഗയുമായി ചേരുകയും പിന്നീട് സത്യലോകത്തിലൂടെ ഒഴുകി മേരുശൃംഗത്തിൽ പതിച്ച് പർവ്വത സാനുക്കളിലൂടെ ഒഴുകി ഈ രണ്ടു മാർഗങ്ങളിലൂടെ ഒരു കൈവഴി ഹിമവാനെയും മറ്റൊന്ന് കാളിന്തി പർവ്വതത്തെയും പ്രാപിച്ചു. അങ്ങനെ യമുനാ നദി കാളിന്തി എന്ന് പ്രസിദ്ധി നേടി കുത്തിയൊലിച്ചുകൊണ്ടത് ഗാണ്ഡവ വനത്തിലെത്തി ദിവ്യരൂപം പൂണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ ഭർത്താവായി ലഭിക്കുവാൻ വേണ്ടി അവൾ തൻ്റെ ഭൂമിയിലെ തപസ് ആരംഭിച്ചു. അജിരേണ അത് സഫലമായി തീർന്നു. ശ്രീകൃഷ്ണൻ്റെ ആ അഷ്ടപത്നിമാരിൽ ഒരാളായി പരിലസിച്ചു കാളിന്തി. സ്വവേഗം കൊണ്ട് സപ്തസമുദ്രങ്ങളെയും തരണം ചെയ്ത് ലോകാചലത്തിൻ്റെ മൂർധാവിലും അവിടെ നിന്നും ബ്രഹ്മരന്ധ്രത്തിൽ പ്രവേശിച്ച് ബ്രഹ്മദ്രവത്തിൽ ലയിച്ചൊടുവിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ വാസസ്ഥാനമായ ഗോലോകത്തിൽ പ്രവേശിച്ചു. കൃഷ്ണാനദിയുടെ അവതാരമാണ് കാളിന്തി എന്ന് സനന്ദൻ ഇവിടെ പറഞ്ഞു നിർത്തുന്നു. അങ്ങനെ എല്ലാവരും കൂടിച്ചേർന്ന് തീരുമാനിച്ചു വൃന്ദാവനത്തിലേക്ക് മാറി പാർക്കാൻ. വൃന്ദാവനത്തിലേക്ക് മാറിയ ശേഷം ഉണ്ടാവുന്നൊരു സംഭവമാണ് വത്സാസുരമോക്ഷം. ആ കഥയുമായി വീണ്ടും കാണാം. ഹരേ കൃഷ്ണ. ഹരേ ഗുരുവായൂരപ്പ ശരണം.